മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ഇന്ന് തുഷാർ വെള്ളാപ്പള്ളി കാണും. മുഖ്യമന്ത്രിയുടെ ആലുവ ദേശത്തുള്ള വീട്ടിലേക്കാണ് തുഷാർ വെള്ളാപ്പള്ളി എത്തുന്നത്. ഷീന മാർട്ടിൻ വിവരങ്ങൾ നൽകും. ഷീന, ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കാണാൻ എത്തുന്നുണ്ട്. എന്താണ് സന്ദർശന ഉദ്ദേശം? ഷീന കേൾക്കാമോ? കേൾക്കാം. തുടർന്നോളൂ. മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി ഇന്ന് എൻ.ഡി.എ സംസ്ഥാന കൺവീനർ കൂടിയായ വെള്ളാപ്പള്ളി നടേശൻ ഇന്നൊരു കൂടിക്കാഴ്ച നടത്തുകയാണ്. നേരത്തെ അറിയിച്ചത് പ്രകാരം ഇതൊരു സൗഹൃദ കൂടിക്കാഴ്ചയാണ് എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത്. ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലുവ ദേശത്തുള്ള വി.ഡി. സതീശന്റെ വീട്ടിലാണ്, മുഖ്യമന്ത്രിയുടെ വീട്ടിലാണ്. നിരവധി ആളുകൾ ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഈ ആലുവ ദേശത്തെ ഈ വീട്ടിൽ വെച്ച് രാവിലെ 8-നായിരിക്കും കൂടിക്കാഴ്ച എന്നാണ് അറിയിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ വി.ഡി. സതീശനെ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്ന വെള്ളാപ്പള്ളി നടേശൻ അതിരൂക്ഷമായ രീതിയിൽ പലതരത്തിൽ വിമർശിച്ചിരുന്നു. അപ്പോഴൊക്കെയുള്ള ആ വിമർശനങ്ങൾക്കൊക്കെ തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ഒരു അനുനയ നീക്കം എന്ന് വേണമെങ്കിൽ ഈ കൂടിക്കാഴ്ചയെ കരുതാവുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള അനുനയ നീക്കമായിട്ടോ ഒരു രാഷ്ട്രീയ നീക്കമായിട്ടോ ഇതിനെ കൂടി വായിച്ചെടുക്കാവുന്നതാണ്. മുഖ്യമന്ത്രിയെ അനുമോദനം അറിയിക്കാനാണ് എത്തുന്നത് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി അറിയിച്ചിട്ടുള്ളത്. SNDP യോഗം ഭാരവാഹികളും തുഷാർ വെള്ളാപ്പള്ളിക്കൊപ്പം ഇവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 8 മണിയോടെയായിരിക്കും ഈ കൂടിക്കാഴ്ച നടക്കുക. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കാം എന്നാണ് തുഷാർ വെള്ളാപ്പള്ളിയും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വീട്ടിലുണ്ട്. ഇന്ന് മുഖ്യമന്ത്രിയുടെ ജന്മദിനമാണ്. അതുകൊണ്ട് തന്നെ ഈ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള കാര്യമായ പരിപാടികളൊന്നും ഈ വീട്ടിലൊന്നും നടക്കുന്നില്ല. പക്ഷേ ഇവിടെ അനുമോദനം അറിയിക്കാനായി പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ SNDP യോഗം ഭാരവാഹികളും ഉടനെ തന്നെ എത്തിച്ചേരും. ഇപ്പോൾ നിരവധി പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിയെ ജന്മദിനത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ NDA സംസ്ഥാന കൺവീനറാണ്, അതുപോലെ തന്നെ SNDP യോഗം വൈസ് പ്രസിഡന്റ് കൂടിയാണ് തുഷാർ വെള്ളാപ്പള്ളി. അപ്പോൾ തീർച്ചയായും ഈ കൂടിക്കാഴ്ചയെ ഒരു രാഷ്ട്രീയ നീക്കമായി തന്നെ കാണേണ്ടതുണ്ട്. ഇത് NDA സംസ്ഥാന കൺവീനർ കൂടി ആയതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിപക്ഷം ഒരു ആയുധമാക്കാൻ, അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ചയെ പ്രതിപക്ഷം ഒരു ആയുധമാക്കാനുള്ള സാധ്യതയും കൂടുകയാണ്. ജിൽസി. യെസ്, ഷീന മാർട്ടിനാണ് വിവരങ്ങൾ നൽകിയത്.